പുരാവസ്തു പഠനവും പുസ്തകങ്ങളുടെ രചനാകാലവും. ബൈബിൾ പുസ്തകങ്ങളുടെ രചനാകാലം നിർണയിക്കുന്നതിന് പുരാവസ്തു പഠനം സഹായിക്കുന്നുണ്ട്. ആഭ്യന്തരമായ തെളിവുകളെ അവഗണിച്ചുകൊണ്ട് പല പുസ്തകങ്ങളും പിൽക്കാല രചനകളായി വിമർശകർ കണക്കാക്കി. വെൽഹോസൻ തുടങ്ങിയവർ മോശയുടെ ഗ്രന്ഥങ്ങൾ BC 9 5 നൂറ്റാണ്ടുകൾക്കിടയിൽ രചിക്കപ്പെട്ടവയായി രേഖപ്പെടുത്തി. ന്യൂസി രേഖകളിൽ നിന്നും ലഭിച്ച തെളിവുകൾ അനുസരിച്ച് ഗ്രന്ഥപഞ്ചകത്തിൻ്റെ പശ്ചാത്തലം വളരെ പ്രാചീനമെന്ന് വ്യക്തമായി. അതിൽ നിന്നും അവയുടെ രചനാകാലം BC 9 നൂറ്റാണ്ടിനും വളരെ മുമ്പാണെന്ന് മനസ്സിലായി. പല സങ്കീർത്തനങ്ങളുടെയും രചനാകാലം പാർസി യവന കാലഘട്ടങ്ങളാണെന്ന്, അതായത് BC 6 3 ഇടയ്ക്ക് വിമർശകന്മാർ വാദിച്ചു. എന്നാൽ റാസ് ഷംറ പുരാണങ്ങൾ അവയുടെ പൗരാണിക കർത്തൃത്വത്തിന് തെളിവ് നൽകി. പുറപ്പാട് 15 മിരിയാമിൻ്റെ പാട്ട് മോശയുടെ കാലത്ത് ഏതാണ്ട് BC 1400 ഉള്ളതാണ്. എന്നാൽ ചിലർ ഇത് ശലോമോൻ രാജാവിൻ്റെ ദൈവാലയം നിർമ്മിച്ച കാലത്തുള്ളതാണെന്നും BC 970, മറ്റു ചിലർ പ്രവാസകാലത്തുള്ളതാണെന്നും BC 600 500 ഇടയ്ക്ക് വാദിച്ചു. യഹോവേ നിന്നവകാശ പർവ്വതത്തിൽ എന്ന പരാമർശമാണ് അവരുടെ വാദത്തിന് അടിസ്ഥാനം. പുറപ്പാട് 15:17. അവകാശ പർവ്വതം സിയോൻ പർവ്വതവും ദൈവാലയവുമാണെന്ന ധാരണയാണ് അവർക്കുണ്ടായിരുന്നത്. BC 1400 അടുപ്പിച്ച് എഴുതിയ റാസ് ഷംറ ഫലകങ്ങളിലൊന്നിൽ ബാൽ പുരാണത്തിൽ ഇതേ പ്രയോഗമുണ്ട്. പൗരാണിക ഇസ്രായേലിൻ്റെ ദേശീയ ഗീതമെന്ന് വിളിക്കപ്പെടാവുന്ന ഈ വിജയഗീതം മോശയുടെ കാലത്തുള്ളതാണെന്ന് അസന്നിഗ്ധമായി തെളിഞ്ഞു.